ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ വിശാൽ, എസ് സൂര്യ എന്നിവരൊക്കെ പ്രധാന വേഷങ്ങളിലെത്തിയ മാർക്ക് ആൻ്റണി എന്ന് പറയുന്ന സിനിമ റിലീസായിരിക്കുകയാണ്. അപ്പോൾ സിനിമ കണ്ട് ഇറങ്ങിയിരുന്ന പ്രേക്ഷകരോട് നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ക്ലൈമാക്സ് ഒക്കെ അടിപൊളിയാണ്. പിന്നെ പടം ഫുൾ ത്രില്ലാണ്. അടിപൊളിയാണ്. ക്ലൈമാക്സ് മാത്രം കുറച്ച്, ബാക്കി പടം ഫുൾ എന്റർടൈനറാണ്. എസ് സൂര്യ അടിപൊളി അടിപൊളി ഹിറ്റ് തന്നെ. ഡബിൾ ബാരലൊക്കെ പോലെ ഒരു നോ ബ്രെയിനർ പടമാണ്. അപ്പോൾ ആ ഒരു മൂഡിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇഷ്ടപ്പെടും. ആ ഒരു ടൈം ട്രാവൽ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വെച്ചിട്ടൊരു നല്ലൊരു മാസ് പടം എടുത്തിട്ടുണ്ട്. എസ് സൂര്യയുടെ ഷോ ആയിരുന്നു, അഴിഞ്ഞാട്ടമായിരുന്നു. സെക്കൻഡ് ഹാഫിലൊക്കെ ഒരു പർട്ടിക്കുലർ സീനിൽ നല്ല സ്കോറിംഗ് ആണ് എസ് സൂര്യ. തിയേറ്റർ വാച്ചിനാണ് ഉള്ളത്. പടം കൊള്ളാം, കുഴപ്പമില്ല. മാനാടിന് അത്ര വരത്തില്ല ടൈം ലൂപ്പ്, പക്ഷേ എസ് സൂര്യയ്ക്ക് വേണ്ടിയിരുന്ന് കാണാം. സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് ഇത്തിരി ലാഗുണ്ട്. പടം ഒരു പ്രാവശ്യം കാണാം. പറയുന്നത് കോമഡി ഉണ്ട്, ചിരിച്ചൊക്കെ ഇരിക്കും. വിശാലിനും കേട്ട് എസ് സൂര്യയുടെ പെർഫോമൻസ് ആണ് അടിപൊളി. വിശാലിന്റെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, പക്ഷേ എസ് സൂര്യയുടെ പെർഫോമൻസ് ആണ് കുറച്ച് ഇല്ല, അങ്ങനെയല്ല. പക്ഷെ നമുക്ക് ഇത് തോന്നുന്നില്ല, മറ്റേതുപോലെ കണക്ട് ആവും. ഇപ്പോൾ മാനാടിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലായി ടൈം ലൂപ്പ്. അതുപോലെ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാവും, നമുക്ക് ഇതിന് കൺഫ്യൂസ് ആവത്തില്ല. പിന്നെ പടം ആ ഒരു കോമഡി ലെവലിലേക്ക് ഉള്ളാവുള്ളൂ. எல்லாரோட பெர்ஃபார்மன்ஸ் எப்படி இருக்கு? எல்லாமே சூப்பராக இருக்குண்ணா. எஸ் சூர்யா நடிப்பு தான் படம். எஸ் சூர்யா வச்சு படம் நல்லா சூப்பராக போகுது. விஷால் எப்படி இருக்கு? விஷால் செம்மையாக நடிச்சிருக்காரு. ஹீரோயின் நடிப்பு எல்லாமே படம் സൂപ്പറാக ഇருக்கு. பார்க்கலாம். പടം ട്രെയിലർ എക്സ്പെക്ടേഷൻ വെച്ചാണ് ഞാൻ വന്നത്. പക്ഷേ ട്രെയിലറിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു ഹൈപ്പൊന്നും ഈ പടത്തിന് അത്ര ഇതായിട്ടില്ല. സാധാരണ ഓഡിയൻസ് ആയിട്ട് വന്ന് കാണുമ്പം നമുക്ക് ആ ഒരു തൃപ്തി തോന്നില്ല. പക്ഷേ എസ് സൂര്യ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിശാലിൻ്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ വിശാൽ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും വിശാലിൻ്റെ ആ ഒരു ഗെറ്റപ്പൊക്കെ ഇത്ര വേണ്ടെന്ന് തോന്നിപ്പോയി, ഓവറായിപ്പോയി എന്നുള്ള ആ ഒരു ഇത് തോന്നിപ്പോയി. ഈ പടം മുഴുനീള അഭിനയിച്ച് കിടിലാക്കിയിരിക്കുന്ന എസ് സൂര്യ തന്നെ. സിനിമയായിരുന്നു, മസ്റ്റ് വാച്ച് സിനിമ. എല്ലാവരും പറയുന്നത് 24 സിനിമയുടെ ഈ മാനാട് സിനിമയൊക്കെ അതേപോലത്തെ കോൺസെപ്റ്റാണ്. പക്ഷേ ഇത് കാണുമ്പോൾ ബോറടിക്കുമെന്നൊക്കെ പറയും, ലാഗ് അടിക്കുമെന്നൊക്കെ പറയും. പക്ഷേ ലാഗായിട്ട് തോന്നിയ ചില സീൻ ലോജിക് മിസ്റ്റേക്ക് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലാതെ ഓരോ സിനിമ നല്ല എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. മസ്റ്റ് വാച്ച് സിനിമ. സൂര്യ, വിശാൽ എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ പടമാണ്, അടിപൊളി പടമാണ്. അടിപൊളി പടം എന്ന് വെച്ചാൽ അടിപൊളി മാരക പടമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് സൂര്യയുടെ പെർഫോമൻസ് ഒന്നും പറയില്ലല്ലോ. പുള്ളിക്ക് ഏത് ക്യാരക്ടർ കൊടുത്താലും പുള്ളി നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. ഇനി പുള്ളിയുടെ ജിഗർദണ്ഡയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്, മനസ്സിലായ? എന്ന് വെച്ചാൽ ആ ലെവൽ പെർഫോമൻസാണ്. പുള്ളിക്ക് ഏത് കഥാപാത്രം കൊടുക്കുക, ആ കഥാപാത്രത്തിന് 100% 101% നീതി പുലർത്തിലേ പുള്ളി പോകും. അതേപോലെ തന്നെ പുള്ളിയുടെ കൂടെ കിടപിടിക്കാൻ വിശാൽ ശ്രമിക്കുന്നുണ്ട്. വിശാലിൻ്റെ അഭിനയം സൂപ്പറാണ്. പക്ഷേ വിശാൽ ക്ലൈമാക്സ് എൻഡിങ്ങൊക്കെ വെച്ച് പെട്ടെന്ന് വെച്ച് ഒരു അത്ര നമുക്കൊരു സുഖം തോന്നില്ല. എൻഡിങ് തീർത്തത് എല്ലാം പടം നല്ല പടമാണ്, അടിപൊളി പടമാണ്, കണ്ടിരിക്കാൻ കൊള്ളാം. അടിപൊളി. Come with your friends, have fun. Definitely you will love the film. Sure. Good, super. It's just a film. Okay.